നമസ്കാരം. പ്രഭാഷണം തുടരാണ് കേട്ടോ. കോഴിക്കോട് വലിയങ്ങാടിയിൽ ഒരു കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലിരുന്ന കെട്ടിടം തകർന്നു വീണ് 3 പാവപ്പെട്ടവർ മരിച്ചുപോയി. ഉടൻ തന്നെ കോഴിക്കോട് മേയർ വന്നിട്ട്, ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, മേയർ വന്നിട്ട് പറയാണ് ഉടൻ തന്നെ നടപടിയെടുക്കുന്നതാണ്. കണ്ടോ, നമ്മുടെ വീഴ്ചയുടെ അനന്തരഫലം ഉടൻ തന്നെ നടപടിയെടുക്കുകയാണ് അല്ലേ. അത്രയും നാൾ അവിടെ ആ കെട്ടിടം ഉണ്ടായിരുന്നു, ഒഴിയാൻ നോട്ടീസ് കൊടുത്തു എന്ന് പറയുന്നു. അവർ അവിടെ അത് ഉപയോഗിക്കുന്നവർ പറയുന്നു തന്നില്ല എന്ന് പറയുന്നു. എന്തായാലും നല്ല രസമുള്ള ഒരു മറുപടി, ഉടൻ തന്നെ നടപടിയെടുക്കുന്നതാണ്, ഉടൻ തന്നെ പൊളിക്കാനുള്ള നടപടിയെടുക്കുകയാണ്. ഈ പാവപ്പെട്ടവരെ കൊലയ്ക്ക് കൊടുത്തിട്ട് ഉടൻ തന്നെ നടപടിയെടുക്കണം. എന്ത് നടപടിയാണ് സാർ എടുക്കണേ? അത് പൊളിച്ചു കളയുന്നത്, അത്രയല്ലേ ഉള്ളൂ. ഈ പോയവരുടെ ഈ ജീവൻ്റെ വില ആര് പറയും? ജീവൻ്റെ വില, അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ അത്താണിയാവേണ്ടവർ നിങ്ങൾ കൊലപാതകത്തിലൂടെ നശിപ്പിച്ചിട്ട് നിങ്ങളിത് പൊളിച്ചു കളഞ്ഞിട്ട് എന്ത് പ്രയോജനം? ഇവിടെ പലതും നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. എന്തെങ്കിലും ഉണ്ടാവാൻ നോക്കിയിരുന്നിട്ട് അതിനെതിരെ ഉടൻ തന്നെ നടപടിയെടുക്കുന്ന ചില ആളുകൾ അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഈ ലോക്കൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ചൂണ്ടി, നമ്മുടെ 10-ാം മൈൽ ചൂണ്ടിയിൽ വെയിറ്റിംഗ് ഷെഡ് ഇങ്ങനെ നിൽപ്പുണ്ട്. നിങ്ങൾ അതിലൂടെ പോകുമ്പോൾ ശ്രദ്ധിച്ചറിയാം. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു, പക്ഷെ ആർക്കും സമയമില്ല, അതൊന്നും നോക്കാനൊന്നും സമയമില്ല. കാരണം എല്ലാവരും ഓട്ടപ്പാച്ചിലാണല്ലോ, ഞാനടക്കം. അപ്പം അടുത്ത ഇവിടെ ലോക്കലിലൊരു അപകടം, അവിടെ ആ മേൽക്കൂരയിൽ തങ്ങി നിൽക്കുകയാണ്. അതായത് അവിടെ കുറേ പാവപ്പെട്ട ആളുകൾ ലോട്ടറി വിൽക്കാനും അതുപോലെ തന്നെ വൈകുന്നേരം വർത്തമാനം പറയാനും, പിന്നെ അവിടെ നിൽക്കുന്നവരൊക്കെ തണലിന് വേണ്ടി അകത്ത് കയറിക്കുക. പക്ഷെ ഏത് നിമിഷവും തകരുന്ന ഒരവസ്ഥയിലാണ് ആ കെട്ടിടം. എല്ലാവർക്കും നോക്കിയറിയാം, ഞാൻ പറയുന്നത് നിങ്ങൾ കാര്യമാക്കണ്ട. അതുവഴി പോകുമ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി അതിന് മേലിലേക്ക് നോക്കിയറിയാം. അപ്പം അതും വീണിട്ട് വീഴ്ച പറ്റിയിട്ട് നടപടിയെടുക്കാനായിരിക്കാം പൂത്തറക്ക പഞ്ചായത്ത് ഇങ്ങനെ നോക്കിയിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ട് ദൈവത്തോടത്ത് അവിടെ ഒന്നും കയറി നിൽക്കരുത്. കാരണം ഇവരുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും കൊന്നിട്ട് നടപടി എടുക്കുക. അതുപോലെ തന്നെ ഈ മരിച്ചു പോയവർക്ക്, ഇപ്പോൾ ഈ കോഴിക്കോട് മരിച്ചു പോയവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കണം, തീർച്ചയായിട്ടും കൊടുക്കണം. അതുപോലെ തന്നെ ഉടൻ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ മാർച്ചുകൾ, അതായത് ഇപ്പം എന്തെങ്കിലും സംഭവിച്ച ഉടനെ ഒരു മാർച്ച് നടത്തി. പക്ഷേ ഈ മാർച്ച് നടത്തുന്നവരൊരു എനിക്കൊരു ചോദ്യം, ഇത് അവിടെ ഉണ്ടായിരുന്നല്ലേ? നിങ്ങൾക്ക് അന്നേരം ഇതിനെതിരെ ഒരു മാർച്ച് നടത്തിയെങ്കിൽ അത് നടക്കില്ലായിരിക്കാം. പക്ഷെ അതെങ്കിലും പറയാമായിരുന്നു. കുറേ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞാണെങ്കിലും ഞങ്ങൾ മാർച്ച് നടത്തി. എന്തെങ്കിലും സംഭവിച്ച ഉടനെ മാർച്ച് നടത്തിയിട്ടൊന്നും ഒരു കാര്യം സംഭവിക്കാൻ പോകില്ല. അതുപോലെ തന്നെ ചൂണ്ടിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. അതിനകത്തൊന്നും കയറി നിൽക്കരുത്. അത് മൊത്തം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ അവസ്ഥയിലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പൂത്തറക്ക പഞ്ചായത്ത് അധികാരികളോട് ഞാൻ മാത്രമല്ല കുറേ ആളുകൾ കംപ്ലൈൻറ്റ് ചെയ്തതാണ്. പക്ഷേ അവരൊന്നും തിരിഞ്ഞു നോക്കണമല്ല, അവർക്കങ്ങനെ സമയം ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ നമ്മളുടെ ജീവൻ നമ്മൾ തന്നെ രക്ഷിക്കണ്ടേ.